ബഹുമാന്യരായ സത്യവിശ്വാസികളെ, വിശ്വാസിനികളെ, പ്രപഞ്ചനാഥനായ റബ്ബ് സുബ്ഹാനഹു വ തആലയുടെ വിധിവിലക്കുകൾ ജീവിതത്തിൻ്റെ എല്ലാ സന്ദർഭങ്ങളിലും പരമാവധി പാലിച്ചുകൊണ്ട് തഖ്വയുള്ള ജീവിതം നയിക്കണേ എന്ന് എന്നോടും എല്ലാവരോടും വസിയത്ത് ചെയ്യുകയാണ്, ഉപദേശിക്കുകയാണ്. പരിശുദ്ധ ഗ്രന്ഥത്തിലെ സൂറത്ത് യൂസുഫിലെ 87-ാമത്തെ വചനമാണ് ഞാൻ നിങ്ങളുടെ ശ്രദ്ധയിൽപ്പെടുത്തിയത്. യാക്കൂബ് നബി അലൈഹിസ്സലാത്തു വസ്സലാം, നമുക്കറിയാം യാക്കൂബ് നബി അലൈഹിസ്സലാത്തു വസ്സലാമക്ക് ഉണ്ടായിരുന്ന മക്കൾ യൂസുഫും ബിനിയാമിനുമടക്കം 12 മക്കൾ. അതിൽപ്പെട്ട മക്കളെ വിളിച്ചുകൊണ്ട് യാക്കൂബ് നബി അലൈഹിസ്സലാത്തു വസ്സലാം പറയുന്ന ഒരു വാചകമാണ്, യാ ബനിയ, എൻ്റെ പൊന്നു മക്കളെ, ഇദ്ഹബു, നിങ്ങളെല്ലാവരും പോകണം. എന്നിട്ട് ഫതഹസ്സസു മിൻ യൂസുഫ വ അഖി, യൂസുഫിനെ കുറിച്ചും യൂസുഫിൻ്റെ സഹോദരനെക്കുറിച്ചും നിങ്ങളൊരു അന്വേഷണം നടത്തണം. എന്താണ് അവരുടെ സ്ഥിതിഗതികൾ എന്ന് നിങ്ങളൊന്ന് ആരായണം. അതിൻ്റെ മുമ്പ് ഒരു നീണ്ട ചരിത്രം അവിടെ കഴിഞ്ഞു പോയിട്ടുണ്ട്. യൂസുഫ് നബിയുടെ ചരിത്രം നമുക്കറിയാം, വിശദീകരിക്കേണ്ടതില്ല. എന്നിട്ട് അവസാനം യൂസുഫ് അലൈഹിസ്സലാത്തു വസ്സലാം കൊട്ടാരത്തിൽ അവിടുത്തെ ഭക്ഷ്യവകുപ്പ് മന്ത്രിയായി തീർന്ന സംഭവം വരെ നമുക്കറിയാം. അതിനിടയിലാണ് അപ്പയും മക്കളുമൊക്കെ ജീവിക്കുന്ന രാജ്യത്ത് അതിശക്തമായ ഭക്ഷ്യക്ഷാമം അനുഭവപ്പെട്ടപ്പോൾ ഓരോ സ്ഥലങ്ങളിൽ നിന്നും ആളുകൾ ഭക്ഷ്യം തേടി ഈജിപ്തിലേക്ക് യാത്ര പുറപ്പെട്ട സംഭവം. അവിടെ ചെന്ന് കൊട്ടാരത്തിൽ നിന്നിങ്ങനെ ആവശ്യമുള്ള ഭക്ഷണങ്ങൾ കൊടുക്കുന്നുണ്ടെന്ന് വിവരം അറിഞ്ഞിട്ട് ഈ പറയുന്ന ആളുകൾ, യൂസുഫിൻ്റെ സഹോദരങ്ങളും അവിടെ ചെന്നിട്ടുണ്ട്. ഒരു വട്ടമല്ല, 2 വട്ടം പോയി. അങ്ങനെ അതിനിടയിൽ യൂസുഫ് തൻ്റെ സഹോദരങ്ങളെ തിരിച്ചറിഞ്ഞിട്ടുണ്ട്. എന്നിട്ട് തൻ്റെ ഒരു സഹോദരനെ യൂസുഫ് അലൈഹിസ്സലാത്തു വസ്സലാമയുടെ തന്ത്രപരമായ ഇടപെടലിലൂടെ കൊട്ടാരത്തിൽ താമസിപ്പിച്ചു. അവിടെ നിർത്തിയ സംഭവം നമുക്കറിയാം, നമ്മളൊക്കെ ചരിത്രം പഠിച്ചവരാണ്. അത് കഴിഞ്ഞ് പിന്നീട് വാപ്പ 2 തവണയും ഭക്ഷ്യസാധനങ്ങളൊക്കെ കൊട്ടാരത്തിൽ പോയി കൊണ്ടുവന്ന് അവരിങ്ങനെ ഭക്ഷിച്ചുകൊണ്ടിരിക്കുന്നതിനിടയിൽ യൂസുഫ് നഷ്ടപ്പെട്ടു പോയതിൻ്റെ വിഷമം തീർന്നിട്ടില്ല. ഒരു വാപ്പാക്ക് ഒരു മകൻ നഷ്ടപ്പെടുമ്പോൾ ഉണ്ടാകുന്ന വിഷമം നമ്മൾക്കറിയാം. അത് കഴിഞ്ഞ് ബിനിയാമിനും അതുപോലെ തന്നെ അവിടെ യൂസുഫ് തന്ത്രപരമായ ഇടപെടലിലൂടെ അവിടെ പിടിച്ചു വെക്കുന്ന ഒരു സാഹചര്യം ഉണ്ടാവുകയാണ്. വീണ്ടും ഒരു ബാപ്പ അല്ലെങ്കിൽ ഒരു പിതാവ് എന്ന നിലയിൽ യാക്കൂബ് നബി വീണ്ടും സങ്കടപ്പെടുകയാണ്. അപ്പോൾ ആ വിഷയം മുന്നിൽ വെച്ചുകൊണ്ട് മറ്റുള്ള മക്കളോട് ബാപ്പ പറയാണ്, മക്കളെ, ഇദ്ഹബു, നിങ്ങൾ പോകണം. എന്നിട്ട് ഫതഹസ്സസു, നിങ്ങൾ അന്വേഷിച്ച് എന്തൊക്കെയാണ് സുഖവിവരങ്ങൾ, മിൻ യൂസുഫ വാഹിഹി, യൂസുഫിനെ കുറിച്ചും അതേപോലെ തന്നെ സഹോദരനായ ബിനിയാമിനെ കുറിച്ചും ഒക്കെ ഒരു അന്വേഷണം നടത്തി നിങ്ങൾ പോയി വരണം എന്ന് ബാപ്പ മക്കളോട് പറയാം. ആ കൂട്ടത്തിൽ വല തയഅസു മിർ റൗഹില്ല, ഇതാ നമ്മുടെ വിഷയം. നമ്മൾ ഈജിപ്തിലെ ഭക്ഷണം വാങ്ങാൻ പോയ സംഭവമോ മക്കളെ അല്ലെങ്കിൽ തൻ്റെ സഹോദരങ്ങളെ സ്ഥിതി എന്താണ് എന്നതോ അല്ല നമ്മുടെ വിഷയം.
യാക്കൂബ് നബി അലൈഹി സ്വലാത്തു വസ്സലാം പറഞ്ഞ ഈ ഒരു വാചകമാണ് നമ്മുടെ ഇന്നത്തെ ഖുതുബയുടെ വിഷയം എന്ന് പറയുന്നത്. വലാ തൈഅസു മിർ റൗഹില്ലാ, അള്ളാഹുവിന്റെ റഹ്മത്തിനെ തൊട്ട് നിങ്ങൾ നിരാശപ്പെടരുത്. ലാ തൈഅസു മിർ റൗഹില്ലാ, അള്ളാഹുവിന്റെ റഹ്മത്തിനെ തൊട്ട് നിരാശരാകുന്നതാരാ? ഇല്ലൽ ഖൗമുൽ കാഫിറൂൻ, സത്യനിഷേധികൾ ആയ സമുദായം മാത്രമാണ്, അല്ലെങ്കിൽ സമൂഹമാണ് അള്ളാഹുവിന്റെ കാരുണ്യത്തെ തൊട്ട് നിരാശരാകുന്നത്. ഇത് വല്ലാത്ത ഒരു വാചകമാണ്, ഇത് വല്ലാത്ത ഒരു വർത്തമാനമാണ്. ഇത് ഏതെങ്കിലും ഒരു വ്യക്തിയോടുള്ള ഒരു സംബോധനയല്ല, ഇത് പൊതുസമൂഹത്തോടുള്ള ഒരു കൽപ്പന എന്നോണമാണ്. ഇത് നമ്മൾ ഉൾക്കൊള്ളേണ്ട വളരെ പ്രധാനപ്പെട്ട കാലിക പ്രാധാന്യമുള്ള ഒരു വാചകമാണ് യഥാർത്ഥത്തിൽ യാക്കൂബ് നബി അലൈഹി സ്വലാത്തു വസ്സലാമയുടെ ഈ ഒരു വാചകം. അതേപോലെ തന്നെ ഖുർആനിൽ നമുക്ക് കാണാൻ സാധിക്കുന്ന മറ്റൊരു വാചകമുണ്ട്, ഒരായത്തിന്റെ ഒരു കഷ്ണം. ഖാല വമൻ യഖ്നുതു മിർ റഹ്മത്തില്ലാഹ് മിർ റഹ്മത്തി റബ്ബിഹി ഇല്ലല്ലാഹ്. ഈ വാചകം ഇബ്രാഹിം അലൈഹി സ്വലാത്തു വസ്സലാമയുടേതാണ്. ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാം പറഞ്ഞതാണ്. ഖാല, അദ്ദേഹം പറയാണ്, വമൻ യഖ്നുതു മിർ റഹ്മത്തി റബ്ബിഹി, തന്റെ റബ്ബിന്റെ കാരുണ്യത്തെ തൊട്ട് നിരാശരാകുന്നത് ഇല്ലല്ലാഹ്, വഴി പിഴച്ചു പോയിട്ടുള്ളവരാണ് അള്ളാഹുവിന്റെ അനുഗ്രഹത്തെ അല്ലെങ്കിൽ കാരുണ്യത്തെ തള്ളിപ്പറയുകയും നിഷേധിക്കുകയും ചെയ്യുന്നത്. ഇതും ചേർത്ത് വെക്കേണ്ടതാണ്. ഇത് രണ്ടും സൂചിപ്പിക്കുന്നത് അള്ളാഹുവിന്റെ റഹ്മത്തിനെ തൊട്ട് ഒരിക്കലും നമ്മൾ നിരാശരാവരുത് എന്നതിലേക്ക് ചൂണ്ടിക്കാണിക്കുന്നതാണ്. ഇനി ഈ ആഴ്ചയിൽ നടന്ന അതിദാരുണമായ 2 സംഭവങ്ങളുണ്ട്. നമ്മൾ പത്രമാധ്യമങ്ങളിലൂടെ മീഡിയകളിലൂടെ നമ്മൾ അറിഞ്ഞ അല്ലെങ്കിൽ വായിച്ച് കൂടുതൽ ചിന്തിക്കാതെ എല്ലാ വാർത്തകളിലൂടെയും നമ്മൾ സഞ്ചരിക്കുന്നത് പോലെ സഞ്ചരിച്ചു പോയ ഒരു വാർത്ത. യഥാർത്ഥത്തിൽ ഈ സംഭവം ഏതൊരു മനുഷ്യന്റെയും ഉള്ളം തകർന്നു പോകുന്ന വാർത്തയാണ്, അല്ലെങ്കിൽ അങ്ങനെ ഇരുത്തി ചിന്തിപ്പിക്കേണ്ട വാർത്തയാണ്. ഒരച്ഛൻ ഒരമ്മ, ഒന്നും തിരിയാത്ത, ഈ ദുനിയാവിലെ ഒരു തിന്മയെക്കുറിച്ചോ മറ്റെന്തെങ്കിലും വിഷയങ്ങളെക്കുറിച്ചോ അറിയാത്ത 2 പിഞ്ചുമക്കളും. ഒരച്ഛൻ, ഒരമ്മ, 2 പിഞ്ചുമക്കൾ ഒരുമിച്ച് യാത്രയായ ഒരു സംഭവം നമ്മൾ വായിക്കുകയുണ്ടായി. തിരിച്ചു വരാനുള്ള യാത്രയല്ല, അവർ ഈ ലോകത്ത് നിന്ന് മൺമറഞ്ഞു പോയി. അവർ തീർത്തും ഈ ദുനിയാവിൽ നിന്നവർ പോയി കഴിഞ്ഞു. മരണത്തിലേക്ക് അവർ എടുത്തു ചാടുകയായിരുന്നു. ആ ഒരു സംഭവം ഈ ആഴ്ചയിൽ നടന്ന സംഭവമാണ്. തീർന്നില്ല. ഇന്നലെ നമ്മൾ കേട്ട വാർത്ത, ഒരു മദ്രസ അധ്യാപകൻ, നമ്മളെ തൊട്ടടുത്തുള്ള ജില്ലയിലെ ഒരു മദ്രസ അധ്യാപകൻ, വർഷങ്ങളോളമായി മദ്രസയിൽ അധ്യാപനം നടത്തിക്കൊണ്ടിരിക്കുന്ന ഒരു അധ്യാപകന്റെ ആത്മഹത്യ നമ്മൾ വായിക്കുകയുണ്ടായി. ഇതൊക്കെ കേട്ടിട്ട്, അല്ലെങ്കിൽ ഈ വാർത്തകളൊക്കെ നമ്മൾ മനസ്സിലാക്കിയിട്ട്, അല്ലെങ്കിൽ വായിച്ചു പോയി നമ്മൾ എന്തെങ്കിലും ഒരിളക്കം, എന്തെങ്കിലും ഒരു വിഷമം നമ്മൾക്കുണ്ടായ, എന്തുകൊണ്ട് എന്നതിനെക്കുറിച്ചൊക്കെയുള്ള വർത്തമാനങ്ങൾ പത്രങ്ങളിലൂടെ മറ്റ് വാർത്തകളിലൂടെ ഒക്കെ വിശദീകരിക്കപ്പെട്ടിട്ടുണ്ട്. ഈ 2 സംഭവവും ഖുർആൻ ചോദിക്കുന്ന ഒരു ചോദ്യമുണ്ട്. ഫഅൈന തദ്ഹബൂൻ, ഫഅൈന തദ്ഹബൂൻ, നിങ്ങൾ എവിടേക്കാ പോണത്?
ഇത് ഖുർആന്റെ ഒരു ചോദ്യം, ഒരായത്താണിത്. ലോകത്ത് മനസ്സാക്ഷി മരവിച്ചിട്ടില്ലാത്ത വിശ്വാസി സമൂഹം ഏറെ ചിന്തിക്കേണ്ട ഒരായത്തിന്റെ ഒരു കഷ്ണമാണിത്. നിങ്ങൾ എങ്ങോട്ടാണ് പോകുന്നത്? നിങ്ങൾ എവിടേക്കാണ് പോകുന്നത്? ഇൻ ഹുവ ഇല്ലാ ദിക്റുൻ ലിൽ ആലമീൻ. ലോകർക്ക് മാർഗദർശകമായി അല്ലാഹുവിന്റെ ദിക്ർ അത് ഇവിടെ ഉണ്ട്. ഇവിടെ ഉണ്ട്, പക്ഷെ നമ്മൾക്ക് സമയമല്ല. നമ്മൾക്ക് ആർക്കും സമയമില്ല. നമ്മൾ ഓരോ വാർത്തകളും കേൾക്കുമ്പോ ഓ അത് സംഭവിച്ചു അല്ലേ, എന്നാൽ എന്തുകൊണ്ട് എങ്ങനെ സംഭവിച്ചു എന്നതിനെ കുറിച്ച് ചിന്തിക്കുകയും മനസ്സിലാക്കുകയും ചെയ്യേണ്ട ആളുകൾ ഉത്തരവാദിത്വത്തോടു കൂടി ചിന്തിക്കേണ്ടവരാണ് ഞാനും നിങ്ങളും അടങ്ങുന്ന ഈ സമൂഹം എന്ന് നമ്മൾ അറിയണം. നമ്മൾ നമ്മുടെ ജീവിതത്തെക്കുറിച്ച് നമ്മൾ ചിന്തിക്കണം. പ്രതീക്ഷയെക്കുറിച്ച് ഉമ്മീദ് ഏതൊരു വ്യക്തിക്കും ഉണ്ടാകേണ്ട ഒരു സംഗതിയാണ് ഇത് പ്രതീക്ഷ എന്ന് പറയുന്നത്. പ്രതീക്ഷയെക്കുറിച്ച് ചിന്തിക്കണമെന്ന് പറഞ്ഞാൽ നിരാശയെക്കുറിച്ചല്ല ഈ പറയുന്നത്. നിരാശ വേണ്ട. അള്ളാഹുവിന്റെ കാരുണ്യത്തെക്കുറിച്ചാണ് ഏതൊരാളും ചിന്തിച്ചു കൊണ്ടിരിക്കേണ്ടത്. അപ്പോ അള്ളാഹു നൽകിയിട്ടുള്ള ഏറ്റവും വലിയ മഹത്തായ അനുഗ്രഹമാണ് ജീവൻ എന്ന് പറയുന്നത്. ഈ ജീവനെക്കുറിച്ച് നമ്മൾ ചിന്തിക്കാറുണ്ടോ? നമ്മൾ മനസ്സിലാക്കുന്നത് നമ്മുടെ ഏറ്റവും വലിയ അനുഗ്രഹം എന്ന് പറയുന്നത് സമ്പത്താണ്. അല്ലെങ്കിൽ ഞാൻ ആഗ്രഹിക്കുന്നത്, നമ്മൾ ആഗ്രഹിക്കുന്നത് ഇവിടെ ഒന്നുമില്ലാത്ത ഒരു വലിയ എല്ലാവിധ സൗകര്യങ്ങളും അടങ്ങിയ ഒരു വമ്പിച്ച തരത്തിലുള്ള ഒരു വീട്. അതേപോലെ തന്നെ നമ്മുടെ മക്കൾ, അതൊരു പക്ഷേ നമ്മൾക്ക് ഏറ്റവും വലിയതാകാം. ഇതാണോ യഥാർത്ഥത്തിൽ അള്ളാഹു നൽകിയിട്ടുള്ള നിഅമത്ത് എന്ന് പറയുന്നത്? ഒരിക്കലുമല്ല. അള്ളാഹു ഒരു അമാനത്തായി നമ്മൾക്ക് നൽകിയിട്ടുള്ളതാണ് ജീവൻ എന്ന് പറയുന്നത്. അപ്പോ ഈ ജീവനെ എടുക്കാനുള്ള അധികാരം ആർക്കാ? അമാനത്ത് അത് ആരുടേതാണോ അമാനത്ത്, അതിന്റെ ഉടമയ്ക്ക് മാത്രമേ അത് ഉപയോഗിക്കാൻ അധികാരമുള്ളൂ. അപ്പൊ ജീവൻ നൽകിയത് അള്ളാഹു ആണെങ്കിൽ, അത് അമാനത്തായിട്ട് നൽകിയിട്ടുള്ളതാണെങ്കിൽ അതിനെ എടുക്കാനുള്ള അധികാരവും അള്ളാഹുവിന് മാത്രമേ ഉള്ളൂ എന്ന് നമ്മൾ അറിയണം. അതുകൊണ്ട് നമ്മുടെ ജീവൻ നമ്മൾ നഷ്ടപ്പെടുത്തരുത്. ജീവനെ നമ്മൾ അപകടപ്പെടുത്തരുത്. അത് ഖുർആനിന്റെ നസ്സായ ഖണ്ഡിതമായ തീരുമാനമാണ്. വലാ തഖ്തുലു അൻഫുസകും, നിങ്ങൾ നിങ്ങളെ കൊല ചെയ്യരുതെന്നത് ഖുർആനിന്റെ കൽപ്പനയാണ്. ഇന്നല്ലാഹ ബിക്കും റഹീമ, അല്ലാഹു നിങ്ങളോട് അങ്ങേയറ്റം കരുണയുള്ളവനാണ്. ഇങ്ങനെയാകുമ്പോ നമ്മുടെ ജീവനെ കുറിച്ച് നമ്മൾ ആലോചിക്കണം. നമ്മളോട് ചോദിച്ചിട്ടല്ല നമ്മൾക്ക് ജീവൻ നൽകി അല്ലാഹു നമ്മെ ഭൂമിയിലേക്ക് അയച്ചത്. അതുകൊണ്ട് തന്നെ നമ്മുടെ ജീവന്റെ ഉടമ, ആ ഉടമയ്ക്ക് മാത്രമേ നമ്മുടെ ജീവൻ എടുക്കാനുള്ള അധികാരമുള്ളൂ എന്ന് നമ്മൾ അറിയണം. വീണ്ടും ഖുർആൻ നമ്മെ ബോധ്യപ്പെടുത്തിയത് വലാ തുൽഖു ബിഐദീകും ഇല തഹ്ലുക, ഒരിക്കലും നാശത്തിലേക്ക് നിങ്ങൾ ചെന്ന് ചാടരുത്, നിങ്ങൾ നിങ്ങളെ നശിപ്പിക്കരുത്. എന്തുമാത്രം പ്രതിസന്ധികൾ ഉണ്ടെങ്കിലും, എന്തുമാത്രം പ്രയാസങ്ങൾ നേരിടേണ്ടി വന്നാലും, അള്ളാഹു നൽകിയിട്ടുള്ള ജീവൻ എന്ന് പറയുന്ന ഏറ്റവും വലിയ മഹാനുഗ്രഹത്തെ നമ്മുടെ കൈകൾ കൊണ്ട് അല്ലെങ്കിൽ നമ്മുടെ സ്വന്തം ഇഷ്ടാനുസരണം നമ്മൾ അത് നശിപ്പിക്കാൻ പാടില്ല എന്നതാണ്. നമ്മുടെ ശരീരത്തോട് നമുക്ക് ബാധ്യതയുണ്ട്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ അടിവരയിട്ടതിനെ സൂചിപ്പിച്ചു പറഞ്ഞു, ഇന്ന ലിജിസ്മിക അലൈക ഹഖ്ക, നിന്റെ ശരീരത്തിന് നിനക്ക് ബാധ്യതയുണ്ട്, കടപ്പാടുണ്ട്.
ഇന്നെ നമ്മൾ ചിന്തിക്കേണ്ടത് ഈ ബാധ്യതകളൊക്കെ ഉണ്ടെന്നറിയുന്ന പണ്ഡിത വിഭാഗത്തിൽപ്പെടുന്ന ആളുകൾ പോലും, ഖുർആൻ പഠിപ്പിക്കുന്ന ആളുകൾ പോലും എന്തുകൊണ്ട് ഇത്തരത്തിലുള്ള ഒരു ജീവൻ നഷ്ടപ്പെടുത്തുന്ന അവസ്ഥകളിലേക്ക് നീങ്ങിപ്പോകുന്നു? നമ്മൾക്ക് പലതും പറയാനുണ്ടാകും. അത്തരമൊരു വാർത്തകൾ കേൾക്കുമ്പോൾ കടബാധ്യത കൊണ്ടായിരിക്കാം എന്ന് നമ്മൾ അഭിപ്രായം പറയും. അതേപോലെ തന്നെ രോഗം കഠിനമാകുമ്പോ, സഹിക്കവയ്യാതെ വരുമ്പോ, ക്ഷമിക്കാൻ കഴിയാത്തതിന്റെ പേരിൽ ജീവിതം അവസാനിപ്പിക്കുന്നവരുണ്ട്. ഒരുപക്ഷെ അങ്ങനെ സംഭവിച്ചതാണ് എന്ന് നമ്മൾ നിഗമിക്കാനും സാധ്യതയുണ്ട്. അതേപോലെ തന്നെ ചിലപ്പോ വിചാരിച്ച കാര്യങ്ങളൊന്നും നടക്കാതെ പോകുമ്പോ ഇനി ഞാൻ ജീവിച്ചിട്ട് കാര്യമില്ല എന്ന് മനസ്സിലാക്കി ജീവിതം അവിടെ വെച്ച് അവസാനിപ്പിക്കുന്നവരുണ്ട്. അതേപോലെ തന്നെ സമൂഹത്തിൽ നിന്ന് ഒറ്റപ്പെടലുകൾ ഉണ്ടാകുമ്പോ അവിടെയും ചില തീരുമാനങ്ങൾക്ക് വഴങ്ങി ജീവിതം അവസാനിപ്പിക്കുന്നവരുണ്ട്. ഇവിടെ നമ്മൾ അറിയേണ്ടത്, ജീവൻ നൽകിയ അള്ളാഹു, നമ്മുടെ ജീവൻ നൽകിയ അള്ളാഹു നമ്മെ ജനനം മുതൽ മരണം വരെയും നമ്മെ പരീക്ഷിച്ചു കൊണ്ടിരിക്കും എന്ന ഒരു വസ്തുതയെ കുറിച്ച് അറിയണം എന്നതാണ് സൂചിപ്പിക്കുന്നത്. അതുകൊണ്ടാണ് അയിന തദ്ഹബൂൻ, നിങ്ങൾ എങ്ങോട്ടാണ് പോകുന്നത്? ഇൻ ഹുവ ഇല്ലാ ദിക്റുൽ ലിൽ ആലമീൻ, ലോകർക്ക് മാർഗദർശകമായ പരിശുദ്ധ ഖുർആനിലെ വചനങ്ങൾ ഇതാ ഇവിടെ ഉണ്ടല്ലോ, എന്തുകൊണ്ട് നിങ്ങൾ ഇവിടേക്ക് തിരിച്ചു വരുന്നില്ല? നമ്മൾ നമ്മളോട് ചോദിക്കണം, ഞാൻ എന്തുകൊണ്ട് ഖുർആൻ പഠിക്കുന്നില്ല? ഞാൻ എന്തുകൊണ്ട് അള്ളാഹുവിന്റെ ആയത്തുകളെ കുറിച്ച് ദൃഷ്ടാന്തങ്ങളിലൂടെ ഞാൻ എന്തുകൊണ്ട് സഞ്ചരിക്കുന്നില്ല? എനിക്കെന്താ ഒന്നും തിരിയാത്ത ഒരവസ്ഥയിലായി പോകുന്നത് എന്നതിനെ കുറിച്ച് ഞാനും എല്ലാവരും സ്വയം അങ്ങോട്ടും ഇങ്ങോട്ടും സംസാരിച്ചുമൊക്കെ ചിന്തിക്കേണ്ട ഒരു കാര്യമാണ്. ഖുർആൻ വളരെ വ്യക്തമായി കാര്യം സൂചിപ്പിച്ചതാണ്. വലനബുലുവന്നകും ബിശൈഇൻ മിനൽ ഖൗഫി വൽ ജൂഇ വനഖ്സിൻ മിനൽ അംവാലി വൽ അൻഫുസി വസ്സമറാത്ത്. ഈ വിധത്തിലൊക്കെ മനുഷ്യനെ അല്ലാഹു പരീക്ഷിക്കും. സാമ്പത്തിക രംഗത്തുള്ള പരീക്ഷണം, കടത്തിൽ മുങ്ങി പരീക്ഷിക്കപ്പെടും. ഈ പരീക്ഷണങ്ങളെയൊക്കെ നമ്മൾ അഭിമുഖീകരിക്കേണ്ടി വരും. കാർഷിക രംഗത്ത്, അതേപോലെ തന്നെ മരണം, കുടുംബത്തിലും അതുപോലെയുള്ള നമ്മുടെ ബന്ധപ്പെട്ടവരെ ഒക്കെ ഇങ്ങനെ മരിച്ചുകൊണ്ടിരിക്കുക, രോഗികളായി പോവുക, ഇതൊക്കെ സംഭവിക്കുന്നതാണ്. അത് മനസ്സിലാക്കിയിട്ട് തന്നെയാണ് നമ്മൾ ജീവിക്കേണ്ടത്. ഖുർആൻ അങ്ങനെയാണ് നമ്മൾക്ക് കാര്യങ്ങൾ പറഞ്ഞു തരുന്നത്. പരീക്ഷണമില്ലാതെ, ഈ ലോകത്ത് പരീക്ഷിക്കപ്പെടാതെ മുന്നോട്ട് പോകാൻ കഴിയില്ല. ഈ ഒരു ചിന്തകളിലേക്ക് നമ്മൾ എത്തണം. ഇതൊന്നും മനസ്സിലാക്കാത്തത് കൊണ്ടാണ് എന്തെങ്കിലും ഒരു ചെറിയ ഇഷ്യൂ വരുമ്പോ പെട്ടെന്ന് ജീവിതം അവസാനിപ്പിച്ചുകൊണ്ട്, ഇതൊരു പ്രശ്നത്തിന് പരിഹാരമാണോ? അങ്ങനെ സംഭവിച്ചാൽ പ്രശ്നം തീരുമോ? ഇതിനെക്കുറിച്ചൊക്കെ ചിന്തിക്കുന്ന ഒരു സമൂഹം ഉണ്ടാകണം. അങ്ങനെ ആ സമൂഹം ചിന്തിക്കണമെങ്കിൽ ഖുർആനിലൂടെ സഞ്ചരിക്കണമെന്നതാണ് അടിസ്ഥാന വിഷയം. ഇസ്ലാമിക ചരിത്രത്തിൽ പരീക്ഷണങ്ങൾ അഭിമുഖീകരിക്കാത്ത പ്രവാചകന്മാർ കഴിഞ്ഞു പോയിട്ടുണ്ടോ? നേരത്തെ സൂചിപ്പിച്ചല്ലോ യൂസുഫ് അലൈഹിസ്സലാത്തു വസ്സലാമയുടെ ചരിത്രം. അദ്ദേഹത്തെ കിണറ്റിലിട്ട സംഭവം മുതൽ അദ്ദേഹം അവസാനം ഈജിപ്തിലെ കൊട്ടാരത്തിലെ ഭക്ഷ്യവകുപ്പ് മന്ത്രിയാകുന്നത് വരെയുള്ള ചരിത്രം. എന്തുമാത്രം പരീക്ഷണങ്ങളിലൂടെ യൂസുഫ് നബിയെ നഷ്ടപ്പെട്ടതിലൂടെ യാക്കൂബ് നബിയുടെ കണ്ണിന്റെ കാഴ്ച പോലും നഷ്ടപ്പെട്ടു എന്ന് കൃത്യമായി ചരിത്രം രേഖപ്പെടുത്തുന്നില്ലേ? എന്തുമാത്രം പരീക്ഷണങ്ങളെയാണ് അഭിമുഖീകരിക്കേണ്ടി വന്നത്. അവരെ ഈ പരീക്ഷണത്തിന് അതിജീവിക്കുന്നതിന് പകരം ജീവിതം അവസാനിപ്പിക്കുകയാണോ ചെയ്തത്? അയ്യൂബ് നബി അലൈഹി സ്വലാത്തു വസ്സലാമയുടെ ചരിത്രം നമുക്കറിയാം. വല്ലാത്ത രോഗം നൽകി അള്ളാഹു പരീക്ഷിച്ച ഒരു പ്രവാചകനാണ്. തന്റെ മക്കളടങ്ങുന്ന തന്റെ ഏറ്റവും സ്നേഹം പങ്കുവച്ചിട്ടുള്ള മുഴുവൻ ആളുകളും നാട്ടുകാരടക്കം
എല്ലാവരും പിന്മാറിപ്പോയ, എല്ലാവരും ഒറ്റപ്പെടുത്തിയ ഒരു സംഭവമായിരുന്നു അയ്യൂബ് നബി അലൈഹിസ്സലാത്തു വസ്സലാമിയുടെ സംഭവം. അള്ളാഹുവിനോട് ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുകയാണ്. റബ്ബി ഇന്നി മസ്സനിയൽ ദുർ, റബ്ബേ ഞാൻ വല്ലാത്ത ഒരു രോഗത്തിന് അടിമപ്പെട്ടിരിക്കുകയാണ്. അതുകൊണ്ട് റബ്ബേ അൻത അർഹമുർ റഹീമീൻ, നീയാണ് റബ്ബേ കരുണ ചെയ്യുന്നവൻ, കരുണാവാരിധിയാണ് അങ്ങ് എന്ന് അള്ളാഹുവിൽ സമർപ്പിച്ചുകൊണ്ട്, ക്ഷമിച്ചുകൊണ്ട്, സഹിച്ചുകൊണ്ട് അള്ളാഹുവിനോട് പ്രാർത്ഥിക്കുകയായിരുന്നു അയ്യൂബ് നബി അലൈഹിസ്സലാത്തു വസ്സലാം. യൂനുസ് നബി അലൈഹിസ്സലാത്തു വസ്സലാമിയുടെ ചരിത്രം നമുക്കറിയാം. മത്സ്യത്തിന്റെ വയറ്റിൽപ്പെട്ടകപ്പെട്ട് അന്ധകാരമായ ഒരവസ്ഥയിൽ രക്ഷ തേടി പരീക്ഷണങ്ങളുടെ തീച്ചുളയിൽ അകപ്പെട്ടപ്പോ യൂനുസ് നബി അലൈഹിസ്സലാത്തു വസ്സലാം ചെയ്തതെന്റെ ജീവിതം അവസാനിപ്പിക്കുകയായിരുന്നു. അള്ളാഹുവിനോട് വീണ്ടും ആത്മാർത്ഥമായി പ്രാർത്ഥിച്ചു. ലാ ഇലാഹ ഇല്ല അൻത സുബ്ഹാനക ഇന്നി കുൻതു മിനൽ ളാലിമീൻ, റബ്ബേ ഞാൻ ളാലിമീങ്ങളിൽ പെട്ടുപോയിട്ടുണ്ട് റബ്ബേ, നീയാണ് പരിശുദ്ധൻ, നീയല്ലാതെ ഒരു ആരാധ്യനില്ല റബ്ബേ. നമ്മളും ആത്മാർത്ഥമായി അങ്ങനെ പ്രാർത്ഥിക്കാറുണ്ട്. പക്ഷേ അത് മനസ്സ് തട്ടിയിട്ടാണോ നമ്മൾ പ്രാർത്ഥിക്കുന്നത്? അല്ലാഹുമ്മ അൻതസ്സലാം വമിൻകസ്സലാം നമ്മളും പ്രാർത്ഥിക്കാറുണ്ട്. അല്ലാഹുവേ നീയാണ് ശാന്തി, അല്ലാഹുവേ നിന്നിൽ നിന്നാണ് രക്ഷ. ഇതൊക്കെ നമ്മളും പറയാറുണ്ട്, ശരിയാണ്. പക്ഷെ അത് ആത്മാർത്ഥതയിൽ നിന്നാകണം, അത് ഇഖ്ലാസിൽ നിന്നാകണം. അള്ളാഹുവിലേക്ക് നമ്മൾ ചേർന്ന് നിന്നുകൊണ്ട് ഏതുവിധ പ്രതിസന്ധികളെയും തരണം ചെയ്യാൻ നമുക്ക് കഴിയുമെന്നതാണ്. പക്ഷേ പലപ്പോഴും വിവരമുള്ളവരെയും വിവരമില്ലാത്തവരെയും ഹറാമായ സംഗതികളിലേക്ക്, ആത്മഹത്യ പോലെയുള്ള സംഗതികളിലേക്ക് പ്രേരിപ്പിച്ചുകൊണ്ടിരിക്കുന്ന ഇബ്ലീസിന്റെ പ്രവർത്തനത്തെ വളരെ കൃത്യമായി നമ്മൾ മനസ്സിലാക്കാൻ ശ്രദ്ധിക്കേണ്ടതുണ്ട്. പിശാചിന്റെ തന്ത്രം ശൈത്താൻ നമ്മളോട് പറയും, അല്ലെങ്കിൽ ഇത്തരത്തിൽ പ്രയാസങ്ങളിൽ അകപ്പെട്ടുകൊണ്ട് കഴിയുന്ന ആളുകളെ മന്ത്രിക്കുന്ന ഒരു മന്ത്രമുണ്ട്. എന്താണ് ആ മന്ത്രം? നീ ഒറ്റപ്പെട്ടവനാണ്, നിനക്കിനി ആരും ഇല്ലടോ, നിനക്ക് കൂട്ടുകാരായിട്ട് പോലും ആരും നിന്റെ അടുത്തേക്ക് വരികയില്ല, ആരും നിന്നെ മനസ്സിലാക്കുന്നില്ല, നിന്റെ വിഷയത്തെക്കുറിച്ചോ നിന്റെ പ്രശ്നങ്ങളെക്കുറിച്ചോ ആരും തന്നെ ശ്രദ്ധിക്കുന്നില്ല. അതുകൊണ്ട് ഇബ്ലീസ് പറയും, ഈ പ്രശ്നത്തിന് ഈ ഒരു പരിഹാരമില്ല, ഈ പ്രശ്നത്തിന് മറ്റു പരിഹാരങ്ങളൊന്നുമില്ല, നീയാണെങ്കിൽ എല്ലാവർക്കും ഒരു ഭാരമാണ്. അല്ലേ? ഇങ്ങനെയൊക്കെ ചിലപ്പോ ചിന്തിച്ചു പോകാറില്ലേ? ഞാൻ ഇനി എന്തിനാ ജീവിക്കുന്നത്, ഞാൻ എല്ലാവർക്കും ഒരു ഭാരമാണ്, ഞാൻ ഇനി ജീവിച്ചിട്ട് കാര്യമല്ല. ഇതാരുടെ പ്രേരണയാണ്? ഇത് ഇബ്ലീസിന്റെ പ്രേരണയാണ്. മാത്രമല്ല, ഒരു രോഗിയാണെങ്കിൽ പോലും അവനോട് ഇബ്ലീസ് പറയും, എടോ നിനക്ക് ഈ പ്രായത്തിൽ രോഗം വന്നുവല്ലേ, നിനക്കിനി എഴുന്നേൽക്കാൻ കഴിയില്ലടോ, നീ ഇനി ഇങ്ങനെ ഒരു ജീവച്ഛവമായി ഇങ്ങനെ കിടന്നിട്ട് എന്താ കാര്യം, അതുകൊണ്ട് എന്താ ചെയ്യേണ്ടത് എന്നുള്ളത് ഇബ്ലീസ് തോന്നിപ്പിച്ചു കൊടുക്കുകയാണ്. ഇവിടെയും വിശ്വാസിക്ക് പാഠമുണ്ട്. അതാ പറഞ്ഞത്, വീണ്ടും വിശ്വാസിയാണെങ്കിൽ അവൻ ഖുർആനിലേക്ക് തിരിച്ചു വരണം. ഖുർആൻ ഇവിടെ നൽകുന്ന സന്ദേശം എന്താ? യാ അയ്യുഹല്ലദീന ആമനു, സത്യവിശ്വാസികളെ, ലാ തത്തബിഉ ഖുതുവാതി ശൈത്വാൻ, സത്യവിശ്വാസികളെ നിങ്ങൾ പിശാചിനെ പിൻപറ്റരുത്, പിശാചിന്റെ പ്രേരണകൾക്ക് നിങ്ങൾ വശംവദരാകരുത്. വമൻ യത്തബിഉ ഖുതുവാതി ശൈത്വാൻ, ആരെങ്കിലും പിശാചിന്റെ കാൽപ്പാടുകളെ പിൻപറ്റുന്നുവെങ്കിൽ ഫൈനഹു, ആ പിശാചുണ്ടല്ലോ, അവൻ യഉമുറു ബിൽ ഫഹ്ശാഇ വൽ മുൻകർ, ആ പിശാച് അവനോട് കൽപ്പിക്കും വേണ്ടാവൃത്തി ചെയ്യാൻ, ജീവിതം അവസാനിപ്പിക്കാൻ, അനാവശ്യമായ ഹറാമായ സംഗതികൾ ചെയ്യാൻ വേണ്ടി പിശാച് അവനെ നിർബന്ധിച്ചു കൊണ്ടിരിക്കും എന്നതാണ്. അതുകൊണ്ട് വിശ്വാസി സമൂഹം ഉണർന്ന് ചിന്തിക്കേണ്ടതുണ്ട്. ഓരോ സംഭവങ്ങൾ ഉണ്ടാകുമ്പോഴും നമ്മൾക്കതിൽ കൃത്യമായ പാഠങ്ങളുണ്ട്. അത് ഉൾക്കൊണ്ട് പ്രവർത്തിക്കാനും സാഹചര്യങ്ങൾക്കനുസരിച്ചുകൊണ്ട്
അതിനെയൊക്കെ തരണം ചെയ്ത് ജീവിക്കാൻ വിശ്വാസിക്ക് പ്രത്യേകിച്ച് കഴിയേണ്ടതുണ്ട്. അതുകൊണ്ടാണല്ലോ റസൂലുള്ളാഹി പറഞ്ഞത് അജബൻ ലിഅംരിൽ മുഅ്മിൻ, ഒരു സത്യവിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം അവന്റെ കാര്യം മഹാത്ഭുതമാണ്, ആശ്ചര്യകരമാണ്. അവന് സന്തോഷമുണ്ടാകുന്ന അവസ്ഥകൾ ഉണ്ടാകുമ്പോ ശക്കറ, അവൻ ശുക്ർ ചെയ്യും. അള്ളാഹുവിൽ ശുക്ർ ചെയ്ത് നന്ദി കാണിച്ച് മുന്നോട്ട് പോകും. അതേപോലെ തന്നെ അവന് ബുദ്ധിമുട്ടുകൾ ഉണ്ടാകുമ്പോ, പ്രതിസന്ധികൾ ഉണ്ടാകുമ്പോ, പ്രതിസന്ധികളില്ലാതെ മുന്നോട്ട് പോകാൻ ഒരിക്കലും കഴിയില്ല എന്ന അടിസ്ഥാന വിഷയം നമ്മൾ അറിയണം. കാരണം അള്ളാഹു വളരെ കൃത്യമായി ആ കാര്യം ബോധിപ്പിച്ചതാണ്. ജീവിതവും മരണവും പരീക്ഷണമാണെന്ന് പഠിപ്പിച്ച ഖുർആൻ. അതുകൊണ്ട് വിശ്വാസി ഒരു പ്രതിസന്ധി ഉണ്ടാകുമ്പോ അവൻ സ്വബറ, അവൻ ക്ഷമിക്കും. അങ്ങനെ ക്ഷമിക്കാൻ കഴിയണം, സഹിക്കാൻ കഴിയണം. അതുകൊണ്ടാണ് പ്രവാചകൻ പറഞ്ഞത്, സത്യവിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം അവൻ എന്തു പ്രശ്നമുണ്ടായാലും സന്തോഷമാണെങ്കിൽ ആ അവസ്ഥയിൽ അവൻ ശുക്ർ ചെയ്യുകയും, പ്രയാസപ്പെടുന്ന ഘട്ടമാണെങ്കിൽ അവൻ അള്ളാഹുവിൽ തവക്കുൽ ചെയ്ത് അവൻ സ്വന്തത്തെ അള്ളാഹുവിന് സമർപ്പിച്ചുകൊണ്ട് അവൻ ക്ഷമിക്കാൻ തയ്യാറാകുമെന്നതാ. അങ്ങനെയാകണം ഒരു വിശ്വാസി എന്ന് പറയുന്നത്. അങ്ങനെയാണെങ്കിൽ ഇഹലോക ജീവിതവും അതിനേക്കാൾ അപ്പുറം അനുഭവിക്കാനിരിക്കുന്ന പരലോക ജീവിതവും എല്ലാം അവൻ ഏറ്റവും സന്തോഷകരമായി തീരുമെന്നതാ. ആ നിലക്കാകണം ഒരു പ്രശ്നമുണ്ടാകുമ്പോൾ ആ പ്രശ്നങ്ങളെയൊക്കെ നമ്മൾ കാണേണ്ടത്. ആ നിലക്ക് കാര്യങ്ങളെ കൃത്യമായി വ്യവച്ഛേദിച്ച് മനസ്സിലാക്കി നമ്മുടെ ജീവിതം ധന്യമുള്ളതാക്കി തീർക്കാൻ പരിശ്രമിക്കുക. അള്ളാഹു നമ്മെ ഏവരെയും അനുഗ്രഹിക്കുമാറാവട്ടെ. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ വസല്ലല്ലാഹു അലാ നബിയിൽ കരീം വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ. ഇത്തഖുല്ലാഹ സാനിയ ബിതഖ്വല്ലാഹ്. പ്രിയപ്പെട്ട സഹോദരി സഹോദരങ്ങളെ, അല്ലാഹുവിനെ സൂക്ഷിച്ച് തഖ്വയുള്ളവരായി ജീവിക്കണേ എന്നൊരിക്കൽ കൂടി വസിയത്ത് ചെയ്യുക. പരിശുദ്ധ ഖുർആനിൽ നമുക്കേവർക്കും സുപരിചിതമായ, എല്ലാവർക്കും മനഃപ്പാടമുള്ള ഒരു കഷ്ണം, ഫഇന്ന മഅൽ ഉസ്രി യുസ്റ, ഇന്ന മഅൽ ഉസ്രി യുസ്റ. അതിൻ്റെ അർത്ഥതലങ്ങളിലേക്ക് നമ്മൾ കയറി ചെല്ലണം. പ്രയാസം, അതാണ് ആദ്യം പറഞ്ഞത്. പ്രയാസമാണ് അള്ളാഹ് ആദ്യം പറഞ്ഞത്. ഫഇന്ന മഅൽ ഉസ്രി യുസ്റ, പ്രയാസത്തോടൊപ്പം എളുപ്പമുണ്ട് എന്നതാണ്. അപ്പൊ പ്രയാസങ്ങളും പ്രതിസന്ധികളുമാണ് നമ്മൾക്ക്, മനുഷ്യർക്ക് ഉണ്ടാവുക. അപ്പൊ ഇത് ഉണ്ടാകും, ഇതിൽ ഞാൻ വിശ്വസിക്കേണ്ടവനാണ്. അതാണ് ഒരു വിശ്വാസി പ്രത്യേകിച്ച് ചിന്തിക്കുകയും മനസ്സിലാക്കുകയും ചെയ്യേണ്ടത്. എന്നാൽ ഇതോടൊപ്പം നമ്മുടെ ആനുകാലിക സംഭവങ്ങൾ ഒക്കെ സൂചിപ്പിക്കുന്ന ചില വസ്തുതകൾ കൂടിയുണ്ട്. അതും നമ്മൾ കണ്ടില്ലെന്ന് നടിക്കാൻ കഴിയില്ല. നമ്മൾക്ക് ചില ഉത്തരവാദിത്തങ്ങളുണ്ട്. ഒരു പ്രശ്നം ഉണ്ടാകുമ്പോൾ ആ പ്രശ്നങ്ങളെക്കുറിച്ചൊക്കെ ചർച്ച ചെയ്യപ്പെടുമ്പോൾ സമൂഹത്തിലുള്ള മറ്റുള്ള ആളുകൾക്ക് ഉത്തരവാദിത്തങ്ങളുണ്ട്. നമ്മൾക്ക് നമ്മുടെ അയൽപ്പക്കത്തെ സംബന്ധിച്ചോ നമ്മുടെ മഹല്ലിൻ്റെ പ്രവർത്തനങ്ങളെക്കുറിച്ചോ അല്ലെങ്കിൽ മഹല്ലിൽ ജീവിക്കുന്ന ആളുകളെക്കുറിച്ചോ നമുക്കൊരു ചിന്ത വേണ്ടേ? ഉത്തരവാദിത്തമുള്ളവർക്ക് തീർച്ചയായും ചിന്ത വേണം. ഏതെല്ലാം വിധത്തിൽ പ്രശ്നങ്ങളെ അഭിമുഖീകരിക്കുന്നുണ്ട്. ജീവിതം പലപ്പോഴും സൂചിപ്പിക്കാറുണ്ട്, അതൊരു പെൻഡുലമാണ്. നമ്മളെ ക്ലോക്കിലെ ഒരു പെൻഡുലം, അതിങ്ങനെ ആടിക്കൊണ്ടിരിക്കും. അതുപോലെ തന്നെയാണ് മനുഷ്യന്റെ ജീവിതം എന്ന് പറയുന്നത്. ഇന്നത്തെ സ്ഥിതിയല്ല നാളത്തെ സ്ഥിതിയല്ല മറ്റന്നാൾ. നമ്മൾ ഈ കാണുന്ന ഈ പുറംപൂച്ച് അല്ലെങ്കിൽ ഈ പൊലിമ, അതല്ല യഥാർത്ഥത്തിലുള്ള ജീവിതം എന്ന് പറയുന്നത്. അപ്പൊ നമ്മൾ ഓരോരുത്തരെ കുറിച്ചും പഠിക്കാനും ഓരോരുത്തരെ കുറിച്ചും മനസ്സിലാക്കുവാനുമുള്ള ബാധ്യത നമ്മൾക്കുണ്ട്. നമ്മുടെ പ്രദേശത്ത് ഇത്തരത്തിലുള്ള ഒരു സംഭവം ഉണ്ടായാൽ
ഒറ്റ വാക്കിൽ അത് അവരുടെ കുടുംബത്തിന് പോയി എന്ന് നമ്മൾക്ക് പറയാൻ കഴിയും. അതല്ല, അവരുടെ കുടുംബത്തിനല്ല പോയത്. ഇതിന്റെ സമൂഹത്തിന് ഉത്തരവാദിത്തമുണ്ട്, നമ്മൾക്ക് എല്ലാവർക്കും അതിന് ഉത്തരവാദിത്തമുണ്ട്. ആ പ്രശ്നങ്ങളെ പഠിക്കാൻ നമ്മൾ തയ്യാറാകണം. ഒരു മദ്രസാധ്യാപകനാണെങ്കിൽ ഒരു മദ്രസാധ്യാപകൻ, അല്ലെങ്കിൽ അതുപോലെ ജോലി ചെയ്യുന്ന ഒരാൾ തുച്ഛമായ ശമ്പളം, എല്ലാവരെ പോലെയും നിലവാരം ഒരുപോലെയാണ് എല്ലാവർക്കും. അവിടേക്ക് എത്തിവരാനുള്ള പ്രയാസങ്ങൾ, ബുദ്ധിമുട്ടുകൾ, ഇതൊക്കെ സ്വാഭാവികമാണ്. നമുക്കറിയാം, വരവും ചെലവും ഇതൊക്കെ കൃത്യമായി നമ്മൾക്ക് ന്യായങ്ങൾ പലതും പറയാനുണ്ടാകും, ശരിയാ. എന്നാലും പരസ്പരം ചിന്തിക്കുകയും ആലോചിക്കുകയും നമ്മുടെ ബാധ്യതകൾ, വാടക കൊടുക്കാൻ പണമില്ലാതെ കഷ്ടപ്പെടുന്നവരെ കണ്ടെത്താൻ കഴിയേണ്ടത് ഒരു സമൂഹത്തിൻ്റെ അല്ലെങ്കിൽ ഒരു സംഘത്തിൻ്റെ, ഒരു മഹലിൻ്റെ ഉത്തരവാദിത്തമാണ് എന്നതൊക്കെയാണ് ഈ പറഞ്ഞതിൻ്റെ അർത്ഥം. അതിൻ്റെ പേരിൽ പ്രയാസപ്പെടുന്നുണ്ടെങ്കിൽ, രോഗമായി ചികിത്സിക്കാൻ കഴിയില്ല, പ്രയാസപ്പെടുന്നവരുണ്ടെങ്കിൽ അവരുടെ പ്രയാസം കണ്ടില്ലെന്ന് നടിക്കാൻ നമ്മൾക്ക് കഴിയില്ല. പഠിക്കുന്ന വിദ്യാർത്ഥികൾ അവരുടെ പഠനം സാമ്പത്തികമായ പ്രശ്നം കൊണ്ട് വഴിമുട്ടിപ്പോകുന്നുവെങ്കിൽ അവരെ ജീവിപ്പിക്കേണ്ടത്, അവരെ സമൂഹത്തിന്റെ മുഖ്യധാരയിലേക്ക് കൊണ്ടുവരേണ്ടത് നമ്മുടെ ഉത്തരവാദിത്തമാണ്. ഇങ്ങനെ ഉത്തരവാദിത്തങ്ങളിൽ നിന്ന് ഒളിച്ചോടാൻ കഴിയില്ല. അങ്ങനെയാണ് ഈ സമൂഹത്തെ അള്ളാഹു ബന്ധിപ്പിച്ചിരിക്കുന്നത്. എല്ലാവരുടെയും കൂട്ടായ പരിശ്രമവും ചേർത്തു പിടിക്കലും. ഇങ്ങനെ ഒറ്റപ്പെടുന്നു എന്ന് തോന്നുമ്പോൾ ഒറ്റപ്പെടുന്നവരെ കണ്ടെത്തി ചേർത്തു പിടിച്ച് അവർക്ക് ആശ്വാസം പകരാൻ നമ്മൾക്ക് കഴിയണം. അതോടൊപ്പം അള്ളാഹുവിന്റെ വചനങ്ങൾ കൂടി പഠിപ്പിച്ചു കൊടുത്ത് ഒരിക്കലും അള്ളാഹുവിന്റെ റഹ്മത്തിനെ തൊട്ട് നിങ്ങൾ നിരാശപ്പെടരുത്. തീർച്ചയായും ഒരു കയറ്റത്തിന് ഇറക്കമുണ്ട്. ഇന്ന മഅൽ ഉസ്രി യുസ്റാ എന്ന് തുടങ്ങിയിട്ടുള്ള വചനങ്ങൾ കൃത്യമായി ആളുകൾക്ക് ബോധ്യപ്പെടുത്തി കൊടുക്കാനൊക്കെയുള്ള ഉത്തരവാദിത്തപരമായ പ്രവർത്തനങ്ങളിൽ നമ്മൾ ഏർപ്പെടണം. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മെ ഏവരെയും അനുഗ്രഹിക്കുമാറാവട്ടെ. സത്യം മനസ്സിലാക്കുകയും അത് ഉൾക്കൊള്ളുകയും ചെയ്യുന്ന നല്ല മുഅ്മിനുകളിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മെ ഏവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാവട്ടെ. പ്രയാസങ്ങൾ അല്ലാഹു ദൂരീകരിച്ചു തരുമാറാവട്ടെ. ഒരുപാട് ആളുകൾ നമ്മുടെ മഹലുമായി ബന്ധപ്പെട്ട് നിൽക്കുന്ന ഒട്ടനേകം ആളുകൾ വീടുകളിലും ആശുപത്രി എന്ന് മാത്രമല്ല, വെന്റിലേറ്ററിൽ പോലും കഴിയുന്ന ആളുകൾ നമ്മളുമായി ബന്ധപ്പെട്ടവരുണ്ട്. പ്രത്യേകം പ്രാർത്ഥിക്കാൻ വസിയ്യത്ത് ചെയ്തിട്ടുണ്ട്. പേരെടുത്ത് പറയേണ്ടതില്ല, പലരും വല്ലാത്ത പ്രയാസത്തിലാണ്. അള്ളാഹുവെ, രോഗികളായി കിടക്കുന്ന ഞങ്ങളുടെ വേണ്ടപ്പെട്ട എല്ലാവരും അള്ളാഹുവെ അവരുടെ രോഗങ്ങൾക്ക് ശമനം നൽകി ശിഫ നൽകി അനുഗ്രഹിക്കണേ അള്ളാഹുവെ. ഒരുപാട് ആളുകൾ, ഞങ്ങൾക്ക് വേണ്ടപ്പെട്ട ആളുകൾ ദിനംപ്രതി നിന്റെ സന്നിധിയിലേക്ക് വന്നുകൊണ്ടിരിക്കുകയാണ്. ഓരോ ദിവസവും മരണത്തിന് കീഴടങ്ങുകയാണ്. പല വിധത്തിലുള്ള മരണം, അപ്പക്കെട്ട മരണങ്ങളിൽ നിന്ന് റബ്ബേ ഞങ്ങളെ കാത്തുരക്ഷിക്കണേ അല്ലാഹ്. മരണപ്പെട്ടു പോയിട്ടുള്ള മുഴുവൻ ആളുകൾക്കും മഗ്ഫിറത്തും റഹ്മത്തും നൽകി അനുഗ്രഹിക്കണേ അല്ലാഹ്. നാളെ ജന്നാത്തുൽ ഫിർദൗസിൽ ഞങ്ങളെയും അവരെയും ഒരുമിച്ച് കൂട്ടണേ അല്ലാഹ്. اللهم اغفر للمؤمنين والمؤمنات والمسلمين والمسلمات الأحياء منهم والأموات إنك مجيب الدعوات ويا قاضي الحاجات. ربنا اغفر لنا ولإخواننا الذين سبقونا بالإيمان فلا تجعل في قلوبنا غلا للذين آمنوا ربنا إنك رؤوف رحيم. اللهم أجرنا من النار، اللهم أجرنا من النار، اللهم اجعلنا من المسلمين واجعلنا من المتقين واجعلنا من المخلصين. اللهم مقلب القلوب ثبت قلوبنا على دينك. اللهم مصرف القلوب صرف قلوبنا على طاعتك. ربنا لا تزغ قلوبنا بعد إذ هديتنا وهب لنا من لدنك رحمة إنك أنت الوهاب. ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار.